കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, ഇഗ്നോ ഫോക്കസ് 5.0യിലേക്ക് സ്വാഗതം. ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു ഹോൾ സെഷൻ. So for the session, we are discussing MA Economics first year paper in EC 101, Microeconomic Theory and Analysis. So throughout the session, we are aiming to help our learners to strategically prepare for this December TET. So your whole session എന്ന് പറയുമ്പോൾ it's about important themes and concepts. Example പറയുകയാണെങ്കിൽ market behavior, consumer and producer behavior, market structure, general equilibrium, welfare, game theory ഇതുപോലെയുള്ള important themes അതുമായി ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്, മാർക്കറ്റ് സ്ട്രക്ചർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ജൂൺ 2020 തൊട്ട് 2025 ജൂൺ വരെയുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആൻഡ് ക്വസ്റ്റ്യൻ സ്ട്രക്ചർ നമ്മൾ ഈ ഒരു ഹോൾ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഹോൾ സെഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ഫീച്ചർ സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതിന്റെ സബ് ടോപ്പിക്സും ഇമ്പോർട്ടന്റ് തീംസ്, അതില് എത്രത്തോളം റെലവൻസ് നമ്മൾ കൊടുക്കണം അതനുസരിച്ചിട്ട് അതിന് മീഡിയം, ഹൈ, ലോ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ അത്തരത്തിലുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റും അതിന്റെ മാർക്ക് വെയിറ്റേജ് ട്രെൻഡ്സും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡിഫറെന്റ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Then important feature of this IGNO Focus 5.0 എന്ന് പറയുന്നത് ടോപ്പിക് പ്രോബബിലിറ്റി പ്രെഡിക്ഷൻസ് ആണ്. അതോടൊപ്പം തന്നെ എൻഡ് ഓഫ് ദ സെഷൻ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിനകത്തുണ്ട്. സോ നമുക്കത് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 3 hours ഇരുന്നിട്ട് നമ്മൾ സ്വയം ഈ ഒരു ഹോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കണം. സോ പ്രാക്ടീസ് മേക്ക് എവറിത്തിങ് ബെറ്റർ എന്നാണ്. സോ നമുക്ക് ബ്ലോക്ക് വൈസ് യൂണിറ്റ് ആയിട്ട് എക്സാം റെലവൻസ് ആയിട്ടുള്ള സം ടോപ്പിക്സ് ഒന്ന് പരിചയപ്പെടാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ലോ റെലവൻസ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഇൻഡിഫറൻസ് കർവ് ആൻഡ് ബഡ്ജറ്റ് സെറ്റ് ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. റിലവൻസ് ലോ ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഫംഗ്ഷൻ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ലോ റെലവൻസ് ആണ്. യൂണിറ്റ് 2 ഡ്യുവാലിറ്റി റിലേഷൻസ് ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ലോ റിലവൻസ് ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. എക്കോണമീസ് ഓഫ് സ്കെയിൽ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പെസിഫിക് ടോപ്പിക് ലോ റിലവൻസ് ആണ്. ഹോട്ടലിംഗ് ലെമ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 ദ എൻവലപ്പ് തിയറം ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ലോ റിലവൻസ് ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 10 കോർണർ സൊല്യൂഷൻ 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 10 കോർണർ മോഡൽ വിത്ത് കോൺജക്ചറൽ വേരിയേഷൻസ് ഇത് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 10 സ്റ്റാക്ബർഗ് സൊല്യൂഷൻ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 10 സ്റ്റാക്ബർഗ് സൊല്യൂഷൻ വിത്ത് ഐസോപ്രോഫിറ്റ് കർവ്സ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 10 ബെർട്രൻഡ് കോമ്പറ്റീഷൻ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 10 കിംബർ ഡിമാൻഡ് കർവ് സൊല്യൂഷൻ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 10 ഒലിഗോസ്പോണ്ടി ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 7 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 7 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫോം ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം ഒക്കെയാണ് അതിലുള്ള കോർ തീംസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 7 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 8 ലോങ് റൺ ഇക്വിലിബ്രിയം 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി മീഡിയം റിലവൻസ് ആണ്. യൂണിറ്റ് 8 പ്രൈസ് ഡിസ്ക്രിമിനേഷൻ 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റിലവൻസ് ആണ്. യൂണിറ്റ് 8 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 9 ലോങ് റൺ ഇക്വിലിബ്രിയം 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റിലവൻസ് ആണ്. യൂണിറ്റ് 11 എഡ്വർഡ് ബോക്സ്
ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. സോ ഇതൊക്കെയാണ് കോർ തീംസ്, നമ്മൾ സബ് ടോപ്പിക്സിനകത്തുള്ള കോർ തീംസ്. സോ ഇത് എത്ര തവണ അപ്പിയർ ചെയ്തു, അതുപോലെ തന്നെ അതിന്റെ റെലവൻസും നമ്മൾ ഇപ്പൊ നോക്കി. സോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ ടോപ്പിക്കിലും സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ. യൂണിറ്റ് 12 എഡ്വേർഡ് ബോക്സ് ഫോർ പ്രൊഡക്ഷൻ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. യൂണിറ്റ് 12 അലോക്കേറ്റീവ് എഫിഷ്യൻസി ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. യൂണിറ്റ് 13 ടു ഫണ്ടമെന്റൽ വെൽഫെയർ തിയറം ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. യൂണിറ്റ് 14 വാല്യൂ ജഡ്ജ്മെന്റ് ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. യൂണിറ്റ് 14 സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. യൂണിറ്റ് 14 കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. യൂണിറ്റ് 15 മാർക്കറ്റ് ഫെയിലിയർ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. നെക്സ്റ്റ് തിയറി ഓഫ് സെക്കൻഡ് ബെസ്റ്റ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. യൂണിറ്റ് 16 ടു പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. യൂണിറ്റ് 17 ലോട്ടറീസ് ഈ ഒരു ടോപ്പിക് ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. യൂണിറ്റ് 17 എണ്ണം എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി തിയറി ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. ബ്ലോക്ക് 6 യൂണിറ്റ് 18 മോറൽ ഹസാർഡ്സ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. കൂളിംഗ് ഇക്വിലിബ്രിയം 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. അഡ്വൈസ് സെലക്ഷൻ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. സെപ്പറേറ്റിംഗ് ഇക്വിലിബ്രിയം 2 തവണ ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട്, കമ്പാരിറ്റീവ്ലി ലോ റെലവൻസ് ആണ്. നെക്സ്റ്റ് റിസ്ക് പൂളിംഗ് അത് ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. നെക്സ്റ്റ് എഫിഷ്യൻസി വേജ് മോഡ് യൂണിറ്റ് 19 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം റെലവന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മോറൽ ഹസാർഡ് പ്രോബ്ലം 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ് അഡ്വേഴ്സ് സെലക്ഷൻ ഇൻ മാർക്കറ്റ്സ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. ബ്ലോക്ക് 7 യൂണിറ്റ് 21 കോമൺ കോമ്പറ്റീഷൻ 4 തവണ ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. കോമൺ കോമ്പറ്റീഷൻ വേഴ്സസ് പൊല്യൂഷൻ 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. ബെർട്രൻ പ്രൈസ് കോമ്പറ്റീഷൻ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. ബെസ്റ്റ് റെസ്പോൺസ് ഫംഗ്ഷൻ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, സ്പെസിഫിക് ടോപ്പിക് ലോ റെലവൻസ് ആണ്. സിനർജിസ്റ്റിക് റിലേഷൻഷിപ്സ് ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. ഹോട്ടലിംഗ്സ് ലൊക്കേഷൻ ഗെയിം ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. ഡോമിനന്റ് സ്ട്രാറ്റജി ഇക്വിലിബ്രിയം 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, സോ ലോ റെലവൻസ് ആണ്. മിക്സ്ഡ് സ്ട്രാറ്റജി നാഷ് ഇക്വിലിബ്രിയം 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. ബാക്ക്വേർഡ് ഇൻഡക്ഷൻ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. സോ ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു ബാർ ചാർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ജൂൺ 2020 തൊട്ട് ജൂൺ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബാർ ചാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇതിനകത്ത് ബ്ലോക്ക് 1 തൊട്ട് ബ്ലോക്ക് 8 വരെയുള്ള ബ്ലോക്കിലെ റെലവൻസ് ഈ ഒരു ബാർ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് കാണാൻ പറ്റും ബ്ലോക്ക് 3 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ ബ്ലോക്ക് 6 ആൻഡ് 7 ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഫോർ തീംസും ഈ ഒരു ബ്ലോക്കിലുണ്ട്. അതുപോലെ തന്നെ ഹൈലി എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. നെക്സ്റ്റ് ഒരു ഷീറ്റ് മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈലി റെലവെന്റ് ആയിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും ബ്ലോക്ക് 3 യെല്ലോയിഷ് കളറിൽ. അത് ഹൈ റെലവെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു സ്പെസിഫിക് ബ്ലോക്കിനകത്തുള്ളത്. അതുപോലെ തന്നെ യൂണിറ്റ് 19 ആൻഡ് 18 കുറച്ചും കൂടെ ഫ്രീക്വൻസി കൂടിയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഫ്രീക്വൻസി ലെവലിൽ 3 ഹൈ നീൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എഫിഷ്യൻസി വേജ് മോഡിൽ 9 തവണ ഇത് മെൻഷൻഡ് ആണ്, ബ്ലോക്ക് 6 യൂണിറ്റ് 19. നെക്സ്റ്റ് ലോങ് റൺ ഇക്വിലിബ്രിയം 6 തവണ മെൻഷൻഡ് ആണ്, ബ്ലോക്ക് 3 യൂണിറ്റ് 8. ലോങ് റൺ ഇക്വിലിബ്രിയം അഥവാ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ 6 തവണ മെൻഷൻഡ് ആണ്, ബ്ലോക്ക് 3 യൂണിറ്റ് 9. സോ ഈ ഒരു 3 ടോപ്പിക്സിൽ അല്ലെങ്കിൽ 3 യൂണിറ്റ്സിനകത്ത് നിന്നും നമ്മൾക്ക് നല്ലൊരു കൺസെപ്റ്റിൽ ക്ലാരിറ്റി വേണം, എന്നാൽ മാത്രമേ നമുക്കത് എക്സാമിന് എഴുതാൻ പറ്റൂ. നെക്സ്റ്റ് റൈസസ് ടു പ്രയോറിറ്റൈസ് റീസെന്റ് സെഷൻസിലുള്ള പ്രൈസ് ഡിസ്ക്രിമിനേഷൻസ് 5 തവണ മെൻഷൻഡ് ആണ്, ബ്ലോക്ക് 3 യൂണിറ്റ് 8. നെക്സ്റ്റ് കോർണർഡ് കോമ്പറ്റീഷൻ 4 തവണ മെൻഷൻഡ് ആണ്, ബ്ലോക്ക് 7 യൂണിറ്റ് 21. ഡോമിനന്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ നാഷ് സെറ്റപ്പ് ഗെയിം തിയറിയിൽ ബ്ലോക്ക് 7 യൂണിറ്റ് 22. ഇനി ഒബ്സർവ്ഡ് ഫോർമാറ്റ്സ് ആണ്. ഫസ്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ആണ്, സോൾവ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ടിപ്പിക്കൽ മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് 12 to 20 ആണ്. ഒരു 200 to 250 വേർഡ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം 12 മാർക്കിന്. 20 മാർക്സ് ആകുമ്പോൾ 350 to 450 വേർഡ്സ് ആണ് ഒരു മാക്സിമം വേർഡ് കൗണ്ട് ആയിട്ട്.
നെക്സ്റ്റ് എസ്സേ ടൈപ്പ് കോൺസെപ്റ്റൽ ആയിട്ടുള്ള എസ്സേ ടൈപ്പ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഇതും നമുക്ക് 12 to 20 മാർക്സ് പ്രതീക്ഷിക്കാം. 12 മാർക്കിനാണെങ്കിൽ ഒരു 220 to 260 വരെയാണ് വേർഡ് ലിമിറ്റ്. 20 മാർക്സിന് 380 to 450 വരെയാണ്. അപ്പൊ ക്ലിയർ ഡെഫിനിഷൻസും അതോടൊപ്പം തന്നെ ഡയഗ്രാംസും റെലവെന്റ് ആയിട്ടുള്ള ഡയഗ്രാംസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൻസേഴ്സ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആകും. നെക്സ്റ്റ് ഗെയിം തിയറി പ്രോബ്ലംസ് ആണ്. നാഷ് ഇക്വിലിബ്രിയത്തിലൊക്കെയുള്ള അതൊരു 12 മാർക്സിന് ചോദിക്കാം. 180 to 230 വേർഡ്സിനകത്താണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. അതൊരു മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റഡ് ആണ് 12 മാർക്സിന്. സോ ഇതൊരു 100 to 120 വേർഡ്സിന്റെ ഉള്ളിലാണ് എഴുതി കൊടുക്കുന്നത്. MCQസോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കേസ് സ്റ്റഡീസ് ഒന്നും ഇതുവരെ ഈ ഒരു 5 ഇയറിനുള്ളിൽ ചോദിച്ചിട്ടില്ല. സോ അത് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ഫോമാറ്റ് അല്ല. ഇനി നമ്മൾ ഈ ഒരു ടൈപ്പിൽ ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആണ്. സോ ഇത് 12 to 20 മാർക്സിനകത്താണ് ചോദിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ യൂണിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഡ്യുവാലിറ്റി, കോർണേർഡ്, സ്റ്റാക്ക്ബർഗ്, വെൽഫെയർ അൽജിബ്ര പോലത്തെ കോൺസെപ്റ്റ് ഒക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഡെഫിനിഷൻസും അസംഷൻസും ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പാരറ്റോ ഒപ്റ്റിമാലിറ്റി, എക്സ്റ്റേണാലിറ്റീസ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഇതുപോലത്തെ കോർ തീംസിലാണ് എസ്സേ സാധാരണ ചോദിച്ചു വന്നിട്ടുള്ളത്. 12 to 20 മാർക്സ് ആണ് വെയിറ്റേജ്. ഗെയിം തിയറി 12 മാർക്സിനാണ് സാധാരണ ഇതിൽ ചോദിക്കാറുള്ളത്. നാഷ് ഇക്വിലിബ്രിയം നിന്നാണ് ആ ഒരു കോർ ടോപ്പിക്കിൽ നിന്നാണ് സാധാരണ രീതിയിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് ഡെഫിനിഷൻസും അതുപോലെ തന്നെ സം ചെറുതായിട്ടുള്ള സ്മോൾ ഡയഗ്രാംസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം. അപ്പിയേഴ്സ് ഒക്കേഷനിൽ നമ്മളിപ്പോൾ ഡിസംബർ 2022 നോക്കുകയാണെങ്കിൽ അവിടെ തൊട്ട് 2025 ക്വസ്റ്റ്യൻസിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 12 മാർക്സ് ആണ് ഷോർട്ട് നോട്ട്സിന്റെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഡിസംബർ 22 തൊട്ട് അതുപോലെ തന്നെ ഡിസംബർ 24 വരെയുള്ള ഒരു മാർക്ക് അനാലിസിസ് ആണ്. 22ല് 52 സ്കോറിന് ചോദിച്ചു. പിന്നീട് അത് 23 ആയപ്പോഴേക്കും 40, ഡിസംബർ 23 20 മാർക്സിന്, ജൂൺ 24ല് 64 മാർക്സിന്, ഡിസംബർ 24ന് 12 മാർക്സ്. സോ ഒരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 37.6 ആണ്. ടോട്ടൽ പെർസെന്റേജ് ഓഫ് ഷെയർ എന്ന് പറയുന്നത് 37.6 ആണ്. ഓക്കെ, നെക്സ്റ്റ് 24 മാർക്സിന് ചോദിച്ചിട്ടുണ്ട് അൺമാർക്ഡ്. ജൂൺ 23ല് 24 മാർക്കിന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ജൂൺ 24ന് അതിൽ 0 അപ്പിയറൻസ് ആയിരുന്നു. ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 80.4 ആണ്. ബ്ലോക്ക് 2ല് അതുപോലെ തന്നെ ഡിസംബർ 24ന് 40 മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 12.8% ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 3ല് ഡിസംബർ 22ല് 24 തവണ അല്ലെങ്കിൽ 24 സ്കോർ മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഒരു ആവറേജ് സ്കോർ 9.6 ആണ്. ബ്ലോക്ക് 6ല് ജൂൺ 24ല് 24 സ്കോറിന് 24 സ്കോറിന് ചോദിച്ചിട്ടുണ്ട്. 9.6 ആണ് ഒരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. ബ്ലോക്ക് 4 ഡിസംബർ 24നാണ് 24 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. അതുവരെ അതിന് 0 അപ്പിയറൻസ് ആയിരുന്നു. ഒരു 4.8 ആവറേജ് കൊടുക്കാം ഇതിന്. ബ്ലോക്ക് 5ല് കമ്പാരിറ്റീവ്ലി ആ ഒരു സ്പെസിഫിക് ബ്ലോക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. 2022 to 24 വരെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ജൂൺ 23നും ഡിസംബർ 23നും ചോദിച്ചിട്ടുണ്ട്. ഒരു ആവറേജ് സ്കോർ 4.8 ആണ്. ബ്ലോക്ക് 7 ജൂൺ 24ന് 12 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ആവറേജ് സ്കോർ 2.4 ആണ്. ഇനി നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ടൊന്ന് ക്വിക്ക് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ബ്ലോക്ക് 1ല് കൺസ്യൂമർ ഡിമാൻഡ് ആണ്. അപ്രോക്സിമേറ്റ്ലി 37.6 മാർക്സിന് ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 2 പ്രൊഡക്ഷൻ കോസ്റ്റ് 12.8 ആവറേജ് സ്കോർ. ഓക്കെ, ബ്ലോക്ക് 3 മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. 9.6 അപ്രോക്സിമേറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 6ല് അൺസർട്ടനിറ്റി ഇൻഫോർമേഷൻ 9.6 അപ്രോക്സിമേറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്കോർ. ബ്ലോക്ക് 4 അപ്രോക്സിമേറ്റ്ലി 4.8. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഫോമാറ്റിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് കാണാം യെല്ലോയിഷ് കളറിൽ ഡെറിവേഷൻ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ബ്ലൂയിഷ് കളറിൽ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്, ഗ്രീൻ ടോണിൽ ഗെയിം തിയറി പ്രോബ്ലംസ് ആണ്. സോ 24 ഡിസംബർ തൊട്ട് 22 ഡിസംബർ തൊട്ട് 24 വരെയുള്ള ഒരു അനാലിസിസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഡെറിവേഷൻ ആയിക്കോട്ടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും 24 ആകുമ്പോഴേക്ക് ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഒന്നും കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഗെയിം തിയറി പ്രോബ്ലംസ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വന്നിട്ടുണ്ട്. ബട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടിയിട്ടുണ്ട് 24 ഡിസംബർ ആകുമ്പോഴേക്കും. ഇനി പാറ്റേൺ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഹയസ്റ്റ് ഷെയർ പോയിട്ടുള്ളത് ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്.
ഡിസംബർ 2024 പേപ്പർ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും 65% to 68% ടോട്ടൽ ഷെയർ ഉണ്ടായിരുന്നു. ഇനി കൺസെപ്റ്റൽ ആയിട്ടുള്ള എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അത് അതിനും ഒരു എന്താണ് മീഡിയം റെലവൻസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നെക്സ്റ്റ് ഗെയിം തിയറി വേരിയബിലിറ്റി ഒരു 0% ടു അപ്രോക്സിമേറ്റ്ലി 25% വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെ ഈ ഒരു 3 മണിക്കൂർ കൊണ്ട് 100 മാർക്സിനുള്ള പേപ്പർ എഴുതി തീർക്കാം, എന്തൊക്കെയാണ് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ലേണേഴ്സിന്റെ പെർസ്പെക്റ്റീവിലുള്ള പ്രിപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആകെ 180 മിനിറ്റ്സ് കിട്ടും. അതിനകത്ത് ഒരു 60% അല്ലെങ്കിൽ ഒരു 60% ഉള്ളത് ക്വസ്റ്റ്യൻസ് ഉള്ളത് ന്യൂമറിക്കൽ ആണ്. ഒരു 1 മിനിറ്റ്സ് അതിന് കൊടുക്കാം. ദെൻ എസ് എ ടൈപ്പ് 35% ആണ്, ഒരു 60 to 65 മിനിറ്റ്സ് അതിന് കൊടുക്കാം. ഗെയിം തിയറിയുടെ 5% ആണ് ചോദിക്കുന്നത്, 10 മിനിറ്റ്സ് അതിന് കൊടുക്കാം. സോ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് മാക്സിമം ആ ഒരു ടൈമിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ത്യ പേപ്പർ എഴുതി തീർക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ കോമ്പൻസേറ്റഡ് വേഴ്സസ് ഓർഡിനറി. ഓക്കെ, ഇത് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് റിട്ടേൺ ടു സ്കെയിൽ ഡിമിനിഷിംഗ് റിട്ടേൺ പ്രോസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ലോങ് റൺ ഇക്വിലിബ്രിയം 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സൽസ്കി ഇക്വേഷന് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കൺസ്യൂമർ സർപ്ലസ് ഡിമാൻഡ് സപ്ലൈ എക്സസൈസ് 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നാഷ് ഇക്വിലിബ്രിയം ഡെഫിനിഷൻസ് 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കോർണോട്ട് റിയാക്ഷൻ ഫംഗ്ഷന് 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി മോണോപ്പൊളി പ്രൈസ് ഡിസ്ക്രിമിനേഷന് 2 മാർക്സിന് 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പാരറ്റോ ഒപ്റ്റിമാലിറ്റി വെൽഫെയർ തിയറംസ് ഗെയിം തിയറിയുള്ള 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. റിസ്ക് അവേർഷൻ 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രീക്വൻസി ടേബിൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ കോമ്പൻസേറ്റഡ് വേഴ്സസ് ഓർഡിനറി ഡിമാൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് സ്കോറിംഗ് 17.3 ആണ്. റിട്ടേൺ ടു സ്കെയിൽ ഡിമിനിഷിംഗ് റിട്ടേൺ പ്രോഫ് ബ്ലോക്ക് 2 യൂണിറ്റ് 4 സ്പെസിഫിക് ടോപ്പിക് ആണ്. 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 17.3 ആണ് ഒരു ആവറേജ് സ്കോർ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ലോങ് റൺ ഇക്വിലിബ്രിയം ബ്ലോക്ക് 3 യൂണിറ്റ് 7 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 12 ആണ് ഒരു ആവറേജ് സ്കോർ. സൾസ്കി ഇക്വേഷൻസ് പ്രൈസ് ഇൻകം സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് ബ്ലോക്ക് 1 യൂണിറ്റ് 2 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഒരു ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 12 ആണ്. നെക്സ്റ്റ് കൺസ്യൂമർ സർപ്ലസ് ഡിമാൻഡ് സപ്ലൈ എക്സസൈസ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്നാണ് 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ആവറേജ് സ്കോർ. നാഷ് ഇക്വിലിബ്രിയം ബ്ലോക്ക് 7 യൂണിറ്റ് 20 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ആവറേജ് സ്കോർ. കോർണർ റിയാക്ഷൻ ഫംഗ്ഷൻ 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 12 ആണ് ആവറേജ് സ്കോർ. മോണോപ്പൊളി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 12 ആണ് ആവറേജ് സ്കോർ. ഇനി അങ്ങോട്ടുള്ള 3 ടോപ്പിക്സും 12 ആണ് ഒരു ആവറേജ് സ്കോർ ആയിട്ട് വരുന്നത്. 1 തവണ അപ്പിയർ ചെയ്തിട്ടുള്ളതാണ്. പാരറ്റോ ഒപ്റ്റിമാലിറ്റി മോണോപ്പൊളി പ്രൈസ് ഡിസ്ക്രിമിനേഷനും അതുപോലെ റിസ്ക് അവേർഷൻ. ഇനി ഈ ഒരു പൈ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് 72.7%. നമ്മൾ ഡിസംബർ 22 തൊട്ട് ജൂൺ 25 വരെ എടുക്കുകയാണെങ്കിൽ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയ കവർ ചെയ്യുന്നത്. 27.3% മാത്രമാണ് അതർ ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ ഈ ഒരു ഹോൾ സെഷനിൽ തന്നെ നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ് തീംസും അതുപോലെ അതിന്റെ റെലവൻസും മനസ്സിലാക്കുകയാണെങ്കിൽ എവിടെ സ്ട്രെസ് ചെയ്ത് പഠിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രാക്ടീസ് കൂടെ ഉണ്ടാവുമ്പോൾ ഈ ഒരു ഡിസംബർ 25 എക്സാം മാക്സിമം സ്കോറോട് കൂടി തന്നെ നമുക്ക് പാസ് ആവാൻ പറ്റും. ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോമാറ്റ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി എങ്ങനെയൊക്കെ ഹൗ ടു പ്രാക്ടീസ് ദിസ്. സോ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഡ്രിൽ ദ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് ടൈം അനുസരിച്ചിട്ട് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു 5 മിനിറ്റ് എടുത്ത് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക. അതിന്റെ ഡെഫിനിഷൻസും അസംഷൻസും ഡയഗ്രാംസും ഒക്കെ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക.
12 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 12 മിനിറ്റ് എടുക്കുക. ഇതുപോലെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു 20 to 22 മിനിറ്റ് എടുത്തിട്ട് ആൻസർ എഴുതിട്ട് എടുക്കുക. നെക്സ്റ്റ് ഈ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് ഡയഗ്രാംസും അതുപോലെ ഡെറിവേഷൻസും എക്സ്പെക്ടഡ് ആണ്. സോ അത്തരത്തിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീംസ് ഉണ്ട്. സൾസ്കി ഡീകമ്പോസിഷൻ, കോർണോട്ട്, ലോങ് റൺ ഇക്വിലിബ്രിയം. ഇത് നമ്മൾ മെമ്മറൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, റിപ്പീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 2 തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, സമയം എടുക്കും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ പോയംസ് അതിനെ സ്ട്രക്ചർ വൈസ് അനലൈസ് ചെയ്യുക. അതുപോലെ ഡയഗ്രാംസും ഡെറിവേഷൻസും ഒക്കെ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യും. ഇനി ടോപ്പിക് പ്രോബബിലിറ്റിയും പ്രിഡിക്ഷൻസും നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 22 ജൂൺ തൊട്ട് 25 ജൂൺ വരെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ലൈക്ക് റിപ്പീറ്റ് ആയിട്ട് സെയിം കോർ പോയിന്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പ്രോബബിലിറ്റി ഈ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊരു കോർ തീമിലാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ബ്ലോക്ക് 1 യൂണിറ്റ് 3 കോബ്ബർഗ് മോഡല് പ്രോബബിലിറ്റി 71.4 ആണ്. ഹൈ കാറ്റഗറി, ഹൈ റെലവന്റ് കാറ്റഗറി ഉള്ളതാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 ഒളിഗോപോളി, കോർണട്ട്, റിയാക്ഷൻ ഫംഗ്ഷൻസ് 71.4% പ്രോബബിലിറ്റി ഉണ്ട്. ഹൈ റെലവന്റ് കാറ്റഗറിയാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 11 to 12 പാരറ്റോ ഒപ്റ്റിമാലിറ്റി 71.4% പ്രോബബിലിറ്റി ഉണ്ട്. ഹൈ റെലവന്റ് കാറ്റഗറിയാണ്. നെക്സ്റ്റ് യൂണിറ്റ് 20 to 22 നാഷ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇതിന്റെ ഡെഫിനിഷൻസും എക്സസൈസും പ്രോബബിലിറ്റി 71.4% ആണ്. ഹൈ റെലവന്റ് കാറ്റഗറിയാണ്. കോമ്പൻസേറ്റഡ് വേഴ്സസ് ഓർഡിനറി, ഹിഗ്സിയൻ ആൻഡ് മാർഷ്യൻ ഡിമാൻഡ് 57.1% അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉണ്ട്. ഒരു മീഡിയം കാറ്റഗറിയാണ്. യൂണിറ്റ് 4 റിട്ടേൺ ടു സ്കെയിൽ, ഡിമിനിഷിംഗ് റിട്ടേൺ 57.1% പ്രോബബിലിറ്റി ഉണ്ട്. മീഡിയം കാറ്റഗറിയാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 7 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ലോങ് റൺ ഇക്വിലിബ്രിയം 57.1% പ്രോബബിലിറ്റി ഉണ്ട്. മീഡിയം കാറ്റഗറിയാണ്. യൂണിറ്റ് 7 എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി, റിസ്ക് അവേർഷൻ 57.1% ചാൻസസ് ഉണ്ട്. മീഡിയം കാറ്റഗറിയാണ്. യൂണിറ്റ് 18 അഡ്വേഴ്സ് സെലക്ഷൻ വേഴ്സസ് മോറൽ ഹസാർഡ്, അതുപോലെ യൂണിറ്റ് 19 എഫിഷ്യൻസി വേജ് കണ്ടീഷൻസ്, യൂണിറ്റ് 23 to 26 ബയസിയൻ മോഡൽസ്. ഇത് ഈ 4 കോർ ടോപ്പിക്സ് 57.1% പ്രോബബിലിറ്റി ചാൻസ് ഉള്ളതാണ്. മീഡിയം റെലവന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 സെൽസ്കി ഇക്വേഷൻ 42.9% പ്രോബബിലിറ്റി ഉണ്ട്. മീഡിയം റെലവൻസ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. യൂണിറ്റ് 8 അതുപോലെ യൂണിറ്റ് 9 നിന്നും 42.9% ചോദിച്ചിട്ടുള്ള കോർ പോയിന്റ്സ് ആണ്. മൊണോപ്പൊളി, പ്രൈസ് ഡിസ്ക്രിമിനേഷനും അതുപോലെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഒരു മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 കൺസ്യൂമർ സർപ്ലസ്, ഇതുപോലെ തന്നെ യൂണിറ്റ് 11 വാഴ്സിയൻ ഡൈനാമിക് സ്റ്റെബിലിറ്റി, യൂണിറ്റ് 15 പബ്ലിക് ഗുഡ്സ്, യൂണിറ്റ് 21 to 22 കോണ്ടാക്ട് ആൻഡ് സ്കാർബർഗ് ഗെയിം തിയററ്റിക് ഫ്രെയിം 28.6% പ്രോബബിലിറ്റി ഉണ്ട്. ലോ റെലവൻസ് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഷെപ്പേർഡ് ലെമ്മ പോസ്റ്റ് എക്സ്പെൻഡിച്ചർ ഫംഗ്ഷന് 14.3% പ്രോബബിലിറ്റി ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾസും 40.3% ചാൻസസ് ഉണ്ട്. ലോ റെലവൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. ഇനി നമ്മളൊരു പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 3 കോബർഗ് മോഡൽ ഡൈനാമിക് സ്റ്റെബിലിറ്റി 71.4% ചാൻസസ് ഉണ്ട്. ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 ഒളിഗോപോളി 71.4% ചാൻസ് ഉണ്ട്. ഹൈ റെലവന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 11 പാരറ്റോ ഒപ്റ്റിമാലിറ്റി വെൽഫെയർ തിയറംസ് 71.4% ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതുപോലെ ബ്ലോക്ക് 7 യൂണിറ്റ് 20 നാഷ് ഇക്വിലിബ്രിയം ബെസ്റ്റ് റെസ്പോൺസസും 71.4% പ്രോബബിലിറ്റി ഉണ്ട്. ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഹിഗ്സിയൻ വേഴ്സസ് മാർഷ്യലിയൻ 57.1% മീഡിയം റെലവന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 റിട്ടേൺസ് ടു സ്കെയിൽ ഡിമിനിഷിംഗ് റിട്ടേൺ 57.1% മീഡിയം റെലവന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 7 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ലോങ് റൺ ഇക്വിലിബ്രിയം 57.1% മീഡിയം റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ബ്ലോക്ക് 6 യൂണിറ്റ് 17 to 19 റിസ്ക് അവേർഷൻ, ഇൻഷുറൻസ്, എഫിഷ്യൻസി വേജസ് 57.1% ആണ്. ഒരു മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 8 യൂണിറ്റ് 23 to 26 ബയസിയൻ മോഡൽ 57.1% ആണ്. മീഡിയം ലെവലാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 സൾസ്കി ഇക്വേഷൻ 42.9% ആണ്. മീഡിയം റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് ഹൈ ടു മീഡിയം
ഒരു ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾ ആയിട്ട് ഗോബ്ബർഗ് മോഡലും ഡൈനാമിക് സ്റ്റെബിലിറ്റിയും 7 പേപ്പേഴ്സ് 22 തൊട്ട് 25 വരെയുള്ള 7 ഫ്രീക്വന്റ് പേപ്പേഴ്സിൽ 5 തവണ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഹൈ ഫ്രീക്വൻസി ലെവലിൽ. നെക്സ്റ്റ് ഒളിഗോപോളി ഹൈ ഫ്രീക്വൻസി ആണ്. 5 ടു 7 പേപ്പറിൽ അത് ചോദിച്ചിട്ടുണ്ട്. 5 or 7 പേപ്പറിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പാരറ്റോ ഒപ്റ്റിമാലിറ്റി, അതുപോലെ തന്നെ വെൽഫെയർ തീംസ് ഒക്കെ 5 or 7 പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നാഷ് ഇക്വിലിബ്രിയം ബെസ്റ്റ് റെസ്പോൺസസും ഇതും 5 or 7 പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ നമ്മൾ അതിനൊരു ഹൈ റെലവെന്റ് പോയിന്റ് ആയിട്ട് കണക്കാക്കുന്നു. ഒരു മീഡിയം പോയിന്റ്സ് ഉള്ളത് അല്ലെങ്കിൽ മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെർസ്കി ഇക്വേഷൻ ഇത് 3 of 7 പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹിക്സിയൻ വേഴ്സസ് മാർഷ്ലിയൻ ഡിമാൻഡ് 4 of 7 പേപ്പർ അപ്പിയർ ചെയ്തിട്ടുണ്ട്. റിട്ടേൺ ടു സ്കെയിൽ 4 of 7 പേപ്പർ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 4 of 7 പേപ്പർ അപ്പിയർ ചെയ്തിട്ടുണ്ട്. എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി റിസ്ക് അവേർഷൻ ഇതും 4 of 7 പേപ്പർ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അഡ്വൈസ് സെലക്ഷൻ വേഴ്സസ് മോറൽ ഹസാർഡ് 4 of 7 പേപ്പർ അപ്പിയർ ചെയ്തിട്ടുണ്ട്. എഫിഷ്യൻസി റേഷ്യോ 4 of 7 പേപ്പർ. ബൈസിയൻ മോഡൽ 4 of 7 പേപ്പേഴ്സ്. സോ അതുകൊണ്ട് ഇത്രയും പോയിന്റ്സ് എന്താണ് ഒരു മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇനി നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ ഹൈ റെലവെന്റ് ആയിട്ട് അത് ഏതാണ്ട് ഈക്വൽ ടു 70% ഓഫ് ടോട്ടൽ ഷെയർ ഓഫ് ദ ക്വസ്റ്റ്യൻസ് പേപ്പർ ആണ്. കോംപ്ലക്സ് സ്റ്റെബിലിറ്റി, കോൺസ്റ്റന്റ് റിയാക്ഷൻ ഫംഗ്ഷൻ ഒക്കെയാണ്. സോ ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എക്സാം സ്റ്റൈലിലെ ഡെറിവേഷൻസ് അതിന്റെ ഡയഗ്രാംസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ ടീച്ച് ബാക്ക് മെത്തേഡിലൂടെ അതൊക്കെ പഠിച്ചെടുക്കുക. പിന്നെ ഫ്ലാഷ് കാർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എസ്പെഷ്യലി അതിലുള്ള അസംഷൻസും ഇക്വേഷൻസും ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ അങ്ങനെ പഠിച്ചെടുക്കാം. ഇനി മീഡിയം കാറ്റഗറി എന്ന് പറയുമ്പോൾ 40 to 69% ആണ്. അതിലും ഹിക്സിയൻ വേഴ്സസ് മാർഷ്യലിയൻ, റിട്ടേൺ ടു സ്കെയിൽ പോലത്തെ ഇമ്പോർട്ടന്റ് കോർ തീംസ് ആണുള്ളത്. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ വർക്ക് ടു ന്യൂമറിക്കൽസ്, അതുപോലെ നമ്മൾ ഒരു 12 മിനിറ്റ് സമയമൊക്കെ എടുത്ത് അതിൽ ആൻസേഴ്സ് ഒക്കെ എഴുതി പഠിക്കാനുണ്ടാവും. ലോ കാറ്റഗറി മോണോപോളി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഡീറ്റെയിൽസും അതുപോലെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻസ് ഒക്കെയാണ്. ജസ്റ്റ് ഒരു 1 ക്വിക്ക് റിവിഷൻ ചെയ്യാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ഒന്ന് നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യും. 2 തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു ഹോൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ആൻസർ തന്നെ അല്ലെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസംബർ ടിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, സോ ഈ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഇഗ്നോയുടെ സെയിം ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ഒരു മിററിംഗ് തന്നെയാണ്. ഓക്കെ, സോ ഈ ഒരു ഡിസംബർ 2025 നമ്മുടെ ലേണേഴ്സിനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന സം 4 ടോപ്പിക്സ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ മൈക്രോ എക്കണോമിക് അനാലിസിസ് ഈ ഒരു പേപ്പർ 100 മാർക്സിനാണ് മാക്സിമം ചോദിക്കുന്നത്. 3 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു ഹോൾ എക്സാം നമ്മൾ എഴുതി തീർക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കൺസ്യൂമർ തിയറി, ഡ്യുവാലിറ്റി ആൻഡ് സെൽഫ് ഡികമ്പോസിഷൻ. ഈ പാർട്ടിൽ ഫോർ യു ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് വൈ റൈസ് ടു 1 minus x with prices px and py and income m, derive the RCM or Marshallian demand and indirect utility function. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ട് സെറ്റ് അപ്പ് ആൻഡ് സോൾവ് ദ എക്സ്പെൻഡിച്ചർ മിനിമൈസേഷൻ പ്രോബ്ലം ഫോർ യൂട്ടിലിറ്റി ലെവൽ യു ഒബ്റ്റെയിൻ ഫിക്സിംഗ് ഡിമാൻഡ് ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ഫംഗ്ഷൻ. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, യൂസിംഗ് യുവർ റിസൾട്ട് ഡിറൈവ് ദ സെൽസ്കി ഇക്വേഷൻ ആൻഡ് ഇന്ററപ്റ്റ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം എഫക്ട് ഓഫ് fall in px for a normal good. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ 20 മാർക്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൊഡക്ഷൻ ഓൺ കോസ്റ്റ് റിട്ടേൺ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ CS ടെക്നോളജി Q is equal to AK raised to P plus BL raised to P of 1 by P with AB greater than 0, P not equals P. Okay, so the first question, show the MRTS and prove that elasticity of substitution sigma equal to 1 by 1 minus P. B, state condition for return to scale. Verify for A equal to B equal to 1 by 2, P is equal to minus 1. See, with input prices W and R, derive cost minimizing L, K for output Q, and discuss how sigma affect factor shares. Next, dynamic stability, Warsleyan price adjustment versus carbon quantity adjustment. Total 20 marks in the question. A part, formalize Warsleyan thought online P5 Z of P and obtain local stability condition for a single market case with downward sloping at system. 8 mark in the question. Next, for linear cobweb with Q
P to A is equal to alpha plus beta P T minus 1. Q is equal to gamma minus PT. Derive the price path and state the convergence condition of term beta and gamma. Compare economic illusion of the two adjustment mechanism. 4. Total score 4 ആണ്. Next, non-cooperative gain, best responses, Nash equilibrium ആണ്. 20 marks in the question ആണ്. A 2 to gain has payoff to player 1 first. നമ്മൾ നോക്കുകയാണെങ്കിൽ സോ ഇവിടെ എല്ലാം ഇതുപോലെ തന്നെ യൂണിക് സ്ട്രാറ്റജി കൊടുത്തിട്ടുണ്ട്. സോ അതിനകത്തുള്ള നമ്മൾ Nash equilibrium ആണ് കണ്ടുപിടിക്കുന്നത്. A part derive best response correspondence for each player and identify pure strategy Nash equilibrium. B part, if no pure Nash equilibrium exists or addition, one may arise. Compute the mixed strategy Nash equilibrium. Okay, mixed strategy equilibrium കണ്ടുപിടിക്കാനാണ്. If the equilibrium parity coefficient. Okay, so 4 marks. Total 20 marks ആണ്. Section B യിലെ answer any 5. Okay, each mark carry 12 marks. Question 5, perfect competition, long run industry equilibrium ആണ്. 12 marks ആണ്. Using cost curve and entry exit logic, derive the LR equilibrium of the firm and industry. Explain the role of minimum LAC, shape of the industry supply with identical firm, and how technology shift affects LR price. 6th question, monopoly pricing and elasticity. Total 12 marks in the question. Prove LR is equal to P of 1 minus 1 by EP. B, a monopolist has a TC equal 20 plus 6Q. If the price elasticity of demand at the optimum is minus 2.5, compute the profit maximization price and Common-Jordan Lerner index. 7th, the quantity competition, common. 12 marks in the question. Two symmetric firms face P of Q is equal to 1.E minus Q and Q is equal to Q1 plus Q2. Each has MC is equal to C equal to 12. Derive each firm's reaction function and connote Nash outputs. B, compute industry output, price and profit, and compare with monopoly and the perfect competition outcome. 8th question, price competition on a Bertrand and paradox. For homogeneous goods with identical constant margin, A, show that a unique Bertrand equilibrium is P equals M. B, briefly discuss capacity limit or product differentiation as resolution of the Bertrand paradox, indicating how they alter equilibrium. 9th question, public good and the lender equilibrium. In a 2%, one public good economy with private numerate, set up the Samuelson condition and the lender pricing scheme. Explain how individualized prices support an efficient allocation and when preference revelation may fail. 10th question, risk and insurance, NM certainty equivalent and risk premium. A decision maker has a U of W is equal to root of W. Initial wealth W now equal to 225. She faces a mean zero gamble of X with outcome plus 90, 11 minus 90 of each with the probability 1 by 2. A, partly compute expected utility, certainty equivalent and risk premium. B, define risk pooling versus risk transfer and explain why pooling lower individual risk premium under concavity of U. And next is signaling and PB in job market. High ability H and low ability L workers choose education level E at cost of CHE less than CL. Firms offer wage of E based on beliefs. Define perfect Bayesian equilibrium. B, derive separating equilibrium conditions and discuss pooling and why it may fail under incentive compatibility. R market question, total 12. So, we different question formatting അതോടൊപ്പം തന്നെ ഒരു predictive questions ഇവിടെ പരിചയപ്പെട്ടു. So, ഈ ഒരു predictive questions നിങ്ങൾ സമയമെടുത്ത് 3 മണിക്കൂർ സമയമെടുത്ത് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. Practice make everything perfect. So, ആ ഒരു മോട്ടോ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഡയഗ്രാംസും കോൺസെപ്റ്റ്സും അസംഷൻസും ഒക്കെ നന്നായിട്ട് മാക്സിമം ഈ ഒരു സർട്ടൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.